മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. 25% നികുതി ഏർപ്പെടുത്തുക. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതിയും ഏർപ്പെടുത്തും. ഇതുവഴി കുടിയേറ്റ നിയന്ത്രണത്തിനും മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനും പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ഈ ട്രംപിന്റെ പുതിയ നീക്കം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വീണ, തീർച്ചയായും ട്രംപിൻ്റെ പുതിയ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത് കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ, അനധികൃത കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ കർശനമായി തുടരുമെന്ന് അദ്ദേഹം തുടർച്ചയായി പ്രചരണവേളയിലെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കാനഡ, അതുപോലെ തന്നെ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ കുടിയേറ്റത്തിന് സാഹചര്യമൊരുക്കുന്നു. അത്തരം സാഹചര്യമൊരുക്കുന്നത് തടയുന്നതിന് വേണ്ടി, അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 25% നികുതി, അതായത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്താനുള്ളൊരു തീരുമാനമെടുക്കുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതി ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം തന്നെ, പ്രചാരണ വേളയിലെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഈ ഡ്രഗ്സിൻ്റെ, അതായത് മയക്കുമരുന്നിൻ്റെ കടത്തും അതുപോലെയുള്ള മറ്റു തെറ്റായ രീതികളുമെല്ലാം തന്നെ ഈ കുടിയേറ്റ വിഭാഗങ്ങൾ, അനധികൃതമായി കുടിയേറിയെത്തുന്നവർ കാര്യമായി നടത്തുന്നുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അത് ബാധിക്കുന്നു. അമേരിക്കയ്ക്ക് അവരുടെ ജീവന ചെലവുകളെല്ലാം തന്നെ കൊണ്ടു നടക്കേണ്ട സാഹചര്യം, അവർക്ക് വൈദ്യസഹായമെല്ലാം നൽകുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടാകുമ്പോൾ വലിയ ബാധ്യതയായി അത് അമേരിക്കയ്ക്ക് മാറുന്നു എന്നൊരു നിലപാട് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള കുടിയേറ്റം, മെക്സിക്കൻ കുടിയേറ്റം തന്നെയാണ് ഏറ്റവും ഗൗരവതരമായി അമേരിക്ക ചർച്ച ചെയ്യുന്നൊരു വിഷയം. ആ വിഷയം തന്നെയാണ് പ്രധാന ഘടകമായി, തെരഞ്ഞെടുപ്പ് ഘടകമായി പോലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ ഈ പണപ്പെരുപ്പമോ അല്ലെങ്കിൽ വിലക്കയറ്റമോ അല്ല, ഈ കുടിയേറ്റമാണ് ഏറ്റവും വലിയ വിഷയം. അത് തങ്ങളുടെ തലമുറയെ നശിപ്പിക്കുന്ന മയക്കുമരുന്നുകൾ കൂടി കടത്താനുള്ള ഒരു സാഹചര്യമായി മാറുന്നു എന്നും കൃത്യമായി ട്രംപ് വിലയിരുത്തിയിരുന്നു. സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾക്ക് ശക്തി നൽകുന്നതിന്, അതായത് 25% ഇത്തരത്തിൽ നികുതി ഏർപ്പെടുത്തുമ്പോൾ എന്തിനാണ് നികുതി ഏർപ്പെടുത്തുന്നു എന്നതിനൊരു ഉത്തരം കുടിയേറ്റം നിയന്ത്രിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടിയേറ്റം നിയന്ത്രിക്കാൻ കാനഡയും അമേരിക്കയും മെക്സിക്കോയും തയ്യാറാകുമ്പോൾ ഈ നികുതി കുറയ്ക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ധാരണയാണ് ഇനി ഉണ്ടാകേണ്ടത് എന്നതാണ് മറ്റൊരു നിരീക്ഷണം. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ ആദ്യ ദിവസം ഓഫീസിൽ, അതായത് ഫസ്റ്റ് ഡേ ഇൻ ഓഫീസ് എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്, ജനുവരി 20 അധികാരമേൽക്കുന്ന ആ ദിവസം തന്നെ ഇത്തരം ഉത്തരവുകൾ പുറപ്പെടും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വീണ. ഓക്കെ, ശരിയായി സർ.